അങ്ങനെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡലി ഉണ്ടാക്കാൻ വെച്ചു. ചമ്മന്തി അരയ്ക്കാം, എന്താ പറയുക, ചായ, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പം മാവ് തലേന്ന് നമ്മൾ ആട്ടി വെച്ചിരുന്നു. ഞാൻ കോഫിയിൽ നെയ്യ് ഒഴിച്ചാണ് കഴിക്കാറ് ഇന്ന് രാവിലെ. പിന്നെ ബാക്കിയുള്ളവർക്ക് ചായ, പാൽ, ഇതൊക്കെ നമ്മൾ എടുക്കും. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് മുളക് പൊടി ഒക്കെ ഇട്ട്, എന്താ പറയുക, പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അങ്ങനെ കടുക് വറുത്ത് ചമ്മന്തി അതിലിട്ടു. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് ചൂടായി നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരില്ലേ, അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി അരച്ചു. ഓൾറെഡി നമ്മൾ ഇത് കൂടാതെ നമ്മളൊരു എന്താ പറയുക, ചമ്മന്തി പൊടിച്ച് വെക്കും, ഉഴുന്നും ഇതൊക്കെ ചേർത്ത്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യും, ഇഡലിയുടെ കൂടെ. എൻ്റെ മോന് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഇതാണ് ചമ്മന്തി ഇഡലിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ. ഇതാണ് ചെറിയ ഇഡലിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ചെറുതായിട്ട് മാവ് ഒഴിച്ച്, ചെറിയ ഇഡലി പാത്രത്തിൽ പിന്നെ ചെറുതായിട്ട് മാവ് ഒഴിച്ചാണ് ഞാൻ ഇഡലി ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ മോന് സ്കൂളിൽ പോകണം, അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി എടുത്തു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് മേടിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ്, പല കളറിലുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഇവർ സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ, കാരണം വളരെ സ്നേഹത്തോടെ ഞങ്ങൾ അകത്തൊക്കെ വെച്ചാണ് വളർത്തുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷം.